أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا وقعت الواقية ليس لوقعتها كاذبة خافضة رافعة إذا وقعت الواقية ആര് നടക്കരുതെന്ന് കരുതിയാലും ആര് നടക്കില്ലെന്ന് കരുതിയാലും നടക്കേണ്ടത് നടന്നു കഴിഞ്ഞാൽ ഇദാ വഖഅത്തിൽ വാഖിയ. ഞാൻ പറഞ്ഞ തഫ്സീറുകൾ വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് ആ ഒന്ന് രണ്ട് വാക്കുകൾ കൂട്ടിക്കൊടുക്കുമ്പോൾ തന്നെ തിരിയും. ലൈസ ലി വഖഅതിഹാ കദിബ. ആ മഹാസംഭവം നടക്കുമ്പോൾ അന്നതിനെ കളവാക്കുന്ന ഒരൊറ്റ നിരീശ്വരവാദിയും ഉണ്ടാവില്ല, അന്നതിനെ കളവാക്കുന്ന ഒരു യുക്തിവാദിയും ഉണ്ടാകില്ല. അന്ന് എല്ലാവരുടെയും പച്ചയായ അനുഭവമായിരിക്കും. ഖാഫിളത്തുർ റാഫിയ. ഖാഫിളത്തുർ റാഫിയ. ചില ജനങ്ങളെ താഴ്ത്തിക്കളയുകയും ചില ജനങ്ങളെ ഉയർത്തുകയും ചെയ്യുന്ന മഹാസംഭവം. ചില ജനങ്ങളെ താഴ്ത്തുകയും ചില ജനങ്ങളെ ഉയർത്തിക്കളയുകയും ചെയ്യുന്ന മഹാസംഭവമാണത്. ഖാഫിളത്തുർ റാഫിയ. സജ്ജനങ്ങൾക്ക് ഉയർച്ചയാണ്, ദുർജനങ്ങൾക്ക് അധോഗതിയാണ്. അത് ഞാൻ പറഞ്ഞു വന്ന് സൂറത്തുൽ ഗാശിയയിൽ നിന്ന് രണ്ട് മുഖങ്ങളും വ്യക്തമാക്കി. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ. അഥവാ ഈ ഭൂമി പ്രകമ്പനം കൊള്ളിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ ഇടിപ്പൊടിയാക്കി കഴിഞ്ഞാൽ ഫകാനത്ത് ഹബാഅം മുൻബസ്സാ, അനന്തരം അതാ പർവ്വതങ്ങളൊക്കെ പൊടിഞ്ഞ് 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 അന്തരീക്ഷത്തിൽ പറക്കുന്ന ധൂളികളായി മാറിയാൽ മണൽ കൂമ്പാരം കണക്കെ കിടന്ന് അത തട്ടി നിരത്തിയ മണൽ കൂമ്പാരം പോലെയാകുക. കാനത്ത് കസീബം മഹീല, അന്നുണർത്തി. ഫകാനത്ത് ഹബാഅൻ മുൻബസ്സാ വകുൻതും അസ്വാജൻ സലാഹ. അങ്ങനെ നടക്കേണ്ടത് നടന്നാൽ എന്ന് പറഞ്ഞാൽ ഇദാ വഖഅത്തിൽ വാഖിയ, ചുരുക്കത്തിൽ ആ നടക്കേണ്ട മഹാസംഭവം ലോകാവസാനം നടന്നാൽ, ഈ ലോകാവസാനിച്ചാൽ അതിന്റെ അർത്ഥം മറ്റൊരു ലോകം തുടങ്ങണമെന്നാണ്. അല്ലെങ്കിൽ ഇത് അവസാനിക്കേണ്ടിയില്ലായിരുന്നു. അങ്ങനെ തുടർന്ന് തുടർന്ന് നിരന്തരമായി അങ്ങനെ കണ്ടിന്യൂയായി തുടർന്നു പോയാൽ മതിയായിരുന്നു. ഇത് അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകം തുടങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ വകുൻതും അസ്വാജൻ സലാസ, നിങ്ങൾ 3 ഗ്രൂപ്പായിരിക്കും. അതാണ് 3 വിഭാഗം ജനങ്ങൾ. രണ്ടാമത്തെ ദിവസം നാം പറഞ്ഞു വകുൻതും അസ്വാജൻ സലാസ. എന്താണ് ആ 3 വിഭാഗം ജനങ്ങൾ? ആരാ? ഫഅസ്ഹാബുൽ മൈമന, ഒന്ന് സൗഭാഗ്യവാന്മാർ. മാ അസ്ഹാബുൽ മൈമന, ആരാണ് ഈ സൗഭാഗ്യവാന്മാർ? അവരുടെ ഭാഗ്യം എത്രയാണ്? വഅസ്ഹാബുൽ മശ്അമതി, മാ അസ്ഹാബുൽ മശ്അമ, ഹതഭാഗ്യർ. ആരാണ് ഈ ഹതഭാഗ്യർ? അവരെ പോലെ ഭാഗ്യം കെട്ടവരുണ്ടോ? വഅസ്ഹാബുൽ മശ്അമതി, മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന അസ്സാബിഖൂൻ, നന്മയിലേക്ക് മുന്നേറുന്നവർ. അസ്സാബിഖൂൻ, അവർ നാളെ സ്വർഗത്തിലും മുന്നിലാണ്. ഇവിടെ നന്മയുടെ പക്ഷത്ത് എല്ലാ സ്ഥലത്തും 1-ാം സഫിൽ കാണുന്നവർ, അവർ നാളെ പരലോകത്തും 1-ാം സഫിലാണ്, സ്വർഗത്തിലും 1-ാം സഫിലാണ്. ഫഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ സാമീപ്യം നേടിയ മഹാന്മാരാണ്. ഫീ ജന്നാത്തിൻ നഈം, സുഖലോക സ്വർഗത്തിൽ അവിടെ പാദസേവ ചെയ്തിട്ട് വേണ്ട സാമീപ്യത്തിന്റെ സുഖമറിയാൻ എല്ലാം എന്ന് നാം പറഞ്ഞു. അപ്പോൾ അതാ സുഖലോക സ്വർഗത്തിൽ അല്ലാഹുവിന്റെ സാമീപ്യം നേടിയവരാണ് ഉത്തമ വിഭാഗമാകുന്ന സാബിഖീങ്ങൾ, മുഖറബീങ്ങൾ. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. ആദ്യത്തെ വിഭാഗത്തിൽ അവരൊരു കൂട്ടം തന്നെയുണ്ട്. പിന്നിലുള്ള പിൻഗാമികളിൽ അവർ വളരെ വളരെ വിരലിലെണ്ണാൻ പറ്റുന്ന തുച്ഛം പേരെ ഉണ്ടാകും മുഖറബീങ്ങൾ. ആദ്യത്തെ 1-ാം ബാച്ചെടുക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് മുഖറബ, ഉമർ ഇബ്നുൽ ഖത്താബ് മുഖറബ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മുഖറബ, എല്ലാവരും ഉത്തമ വിഭാഗത്തിലാ. നേരെ മറിച്ച് അവസാന നാൾ വരുമ്പോൾ ഒരു ഉത്തമനായ മുത്തഖിയെ കിട്ടാൻ തെരഞ്ഞു തെരഞ്ഞു നടക്കേണ്ടി വരും, കിട്ടാൻ പ്രയാസമായിരിക്കും. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. ഇതാണ് 2-ാം ദിവസം നാം സംസാരിച്ച 3 വിഭാഗം ജനങ്ങൾ. ഇനി ആ ഉത്തമ ജനങ്ങൾക്ക്, ഉത്തമ വിഭാഗത്തിന് അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ. അലാ സുറുരിൻ മൗദൂന,
ഇഴകൾ അടുപ്പിച്ച് നെയ്ത സ്വർണ്ണക്കട്ടിലുകളുടെ മേലിലാണ് അവർ കിടക്കുന്നത്, വിശ്രമിക്കുന്നത്, ഇരിക്കുന്നത്. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. നെഞ്ചകത്തുള്ള പോരുകളുടെ മുഴുവൻ വേരുകളും പിഴുതെറിഞ്ഞ് അതാ മുഖാമുഖം സന്തോഷത്തോടെ ഉള്ളു തുറന്ന് മുഖാമുഖം നോക്കിയിരിക്കുന്നു അവരാ കട്ടിലിൽ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. സങ്കുചിതത്വം അവരിൽ നിന്ന് പിഴുതെറിഞ്ഞിട്ടുണ്ടാകുമെന്നർത്ഥം. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ആ സജ്ജനങ്ങളുടെ മേലില്, ആ ഉത്തമ ജനങ്ങളുടെ മേലിൽ കറങ്ങിക്കൊണ്ടിരിക്കും വിൽദാനും മുഖല്ലദൂൻ. കുട്ടിത്വം വിടാത്ത സ്വർഗീയ പയ്യന്മാർ. അവരാരാ? ഒന്നിരിക്കൽ നിഷേധികളുടെ മക്കൾ, ഔലാദുൽ കുഫാർ, മുഅ്മിനീങ്ങളുടെ ചെറിയ മക്കളല്ല. അന്ന് ഇമാം റാസി അതിനെ ഗണ്ഡിച്ചു സംസാരിച്ചത് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഔലാദുൽ കുഫാർ, അല്ലെങ്കിൽ അല്ലാഹു സ്വർഗത്തിൽ അതിനുവേണ്ടി പ്രത്യേകം ഹൂറുലിങ്ങളെ പോലെ തയ്യാർ ചെയ്ത ആ സ്വർഗീയ പയ്യന്മാർ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. കുട്ടിത്തം വിടാത്ത ചെറിയ പയ്യന്മാർ അവരുടെ മേലിൽ അങ്ങനെ ഓടി നടക്കും, ചുറ്റിക്കറങ്ങും. എന്താ അവർ ചെയ്യുന്നത്? അവർ സപ്ലൈ ചെയ്ത് ഓടി നടക്കുകയാണ്. ബി അക്വാബിൻ വ അബാരിഖ വ കഅസിൻ മിൻ മഈൻ. ജഗ്ഗുകളുണ്ട്, ജവനപാത്രങ്ങളുണ്ട്, നല്ല ശുദ്ധമായ കല്ല് നിറച്ച ഗ്ലാസുകളുണ്ട് കയ്യില്. ഇതൊക്കെയായി ഓടി നടക്കുന്ന മറ്റു പാനീയങ്ങളും ഉണ്ടാകും, മറ്റു പാനപാത്രങ്ങളും ഉണ്ടാകും. കുറെ പാനപാത്രങ്ങളും പാനീയങ്ങളുമായി ഓടി നടക്കും. ശുദ്ധജലം, അതുപോലെ തന്നെ കള്ള്, പാല്, ഇതൊക്കെ ഉണ്ട് എന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറഞ്ഞത് നമ്മൾ കേൾപ്പിച്ചു. ലാ യുസബ്തഊന അൻഹാ വലാ യുൻസിഫൂൻ. ആ മദ്യം കഴിച്ചതുകൊണ്ട് ആ കള്ളകത്തു ചെന്നാൽ അതാ ലഹരിബാധയുടെ പ്രാഥമിക ഘട്ടമായ തലവേദന വരില്ല. ലാ യുസബ്തഊന അൻഹാ, അതുകൊണ്ട് തലവേദന എടുക്കില്ല. വലാ യുൻസിഫൂൻ, മസ്തു ബാധിക്കുകയുമില്ല, ലഹരി പിടിക്കുകയുമില്ല, തലകറങ്ങില്ല, തോന്നിവാസം പറയില്ല. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ. അവര് തെരഞ്ഞെടുക്കുന്ന പഴം, സെലക്ട് ചെയ്തെടുക്കുന്ന പഴം. ഞാൻ പറഞ്ഞു, ഭൂമിയിലില്ലാത്ത സൗകര്യമാണ്. ഇവിടെ വിലക്കയറ്റം കൊണ്ടോ മറ്റേതെങ്കിലും ഉപഭോക്താക്കൾക്ക് മുതലാളി എന്തെങ്കിലും കാരണത്താൽ ഇതിന്റെ ഉടമ തടയാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ തടയപ്പെടാൻ പല സാധ്യതകളുമുണ്ട്. എന്നാൽ വില കൊടുക്കണ്ട, ഉപഭോക്താവിന് തടയപ്പെടുന്ന പ്രശ്നമില്ല. ഏതോ ഒരു സീസണിൽ കിട്ടാത്ത പഴമല്ല, എല്ലാ സീസണിലും കിട്ടും. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ. തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പഴം, തെരഞ്ഞെടുക്കുന്ന പഴം. എനിക്കിഷ്ടമുള്ളത് എടുക്കാം. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസമുണ്ട്, അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസമുണ്ട്. പോത്തും ആടും, അതൊക്കെ മാടും, ഇതൊക്കെ ലഭിക്കുമെന്ന് സൂറത്തു തൂറിൽ നിന്ന് ഞാൻ ആയത്തോതി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഉത്തമ വിഭാഗത്തിന്റെ കാര്യമായതുകൊണ്ട് ഏറ്റവും ശുദ്ധിയുള്ള, ഏറ്റവും പ്രൗഢിയുള്ള ഭക്ഷണം മാംസം പറഞ്ഞു എന്ന് മാത്രം. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. അവരാഗ്രഹിക്കുന്ന മാംസം ലഭിക്കും, പക്ഷിമാംസം ലഭിക്കും. ഇതാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം സംസാരിച്ച ഉത്തമ വിഭാഗവും സ്വർഗവും. ഇനി സ്വർഗീയ തരുണിമണികളുണ്ട് അവിടെ. ചിപ്പിക്കകത്തൊളിപ്പിച്ചു വെച്ച മുത്തുപോലെയുള്ള സ്വർഗീയ തരുണിമണികൾ. ആരും തൊട്ട ശുദ്ധമാക്കിയിട്ടില്ല. ചിപ്പിക്കകത്തു നിന്ന് പൊളിച്ചാൽ മുത്തിന് തിളക്കത്തിന് മങ്ങലേൽക്കും. അങ്ങനെ മങ്ങലേറ്റിട്ടില്ല. നല്ല തിളക്കമുള്ള പെണ്ണുങ്ങൾ, ആരും തൊട്ട് പരിശുദ്ധി നഷ്ടപ്പെടാത്ത പെണ്ണുങ്ങൾ. ചിപ്പിക്കകത്തൊളിപ്പിച്ചു വെച്ച മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ. അവര് ചെയ്തതിന് പ്രതിഫലമായിട്ടാണ് ഇതൊക്കെ. ഒരുപാട് നിസ്കരിച്ചവരാ, നോമ്പ് നോറ്റവരാ, തറാവീഹ് നിസ്കരിച്ചവരാ, ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ടവർ. അതുകൊണ്ടാണ് ജസാഅം ബിമാ കാനൂ യഅമലൂൻ. അതുകൊണ്ടാണ് അവർക്ക് അത് കൊടുത്തത്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. ആ സ്വർഗ്ഗത്തിലെ ഉത്തമ വിഭാഗത്തിന്റെ സ്വർഗ്ഗത്തില് ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. ഇല്ല, അന്ന് ആ സ്വർഗത്തിൽ അവർക്ക് കേൾക്കാൻ കഴിയില്ല ഒരു തോന്നിവാസ ശബ്ദം, ഒരശ്ലീലം കാണാനോ കേൾക്കാനോ കഴിയില്ല. വലാ തഅസീമ, ഒരാൾ മറ്റൊരാൾക്ക് പാരവെക്കുന്നത്, ഒരാൾ പാരവെച്ച് സംസാരിക്കുന്നത്, കുറ്റപ്പെടുത്തുന്ന ശബ്ദം സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, ഇല്ലാ ഖീലൻ സലാമൻ സലാമാ.
ശാന്തിയുടെ, സമാധാനത്തിന്റെ, മാന്യതയുടെ, ഉളുപ്പിന്റെ വിഷയങ്ങളല്ലാതെ ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച ലോകമല്ല സ്വർഗം, അതിഹലോകമാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അത് കഴിഞ്ഞു വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ. വലതുപക്ഷം, വലതു കൈയിൽ കിതാബ് കൊടുക്കുന്നവർ സൗഭാഗ്യവാന്മാർ. മാ അസ്ഹാബുൽ യമീൻ, അവരെത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഫീ സിദ്രിൻ മഖ്ലൂദ്, അവർ മുള്ളില്ലാത്ത എലന്ത മരത്തിലാണ്. വത്വൽഹിൻ മംദൂദ്, അട്ടിയട്ടിയായി കുലകൾ നിറഞ്ഞു നിൽക്കുന്ന വാഴത്തോട്ടത്തിലാണ്. വത്വൽഹിൻ മംദൂദ് ഫീ സിദ്രിൻ മഖ്ദൂദ് വത്വൽഹിൻ മംദൂദ്. ഞാൻ പറഞ്ഞു എല്ലാ തരത്തിലുമുള്ള പച്ച വൃക്ഷങ്ങൾ സ്വർഗത്തിലുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. ചെറുതും വലുതുമായ ഇല പറഞ്ഞു. രണ്ടറ്റങ്ങൾ പറഞ്ഞ് മുഴുവനും ഉദ്ദേശിച്ചതാണ്. രണ്ട് ധ്രുവങ്ങൾ പറഞ്ഞ് മൊത്തം ഉദ്ദേശിക്കുന്നത് സാഹിത്യകാരന്റെ ഭാഷയാണ്. ഉദാഹരണമൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്, അതവിടെ കേൾക്കുക. ഫീ സിദ്രിൻ മഖ്ദൂദ് വത്വൽഹിൻ മംദൂദ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണന്റെ സൗകര്യമായി ഇവിടെ പറഞ്ഞത്. ഉത്തമ വിഭാഗത്തിനെ പറ്റി പറഞ്ഞത് VIPസിന്റെ സൗകര്യമാണ്. ഇവനെ പറ്റി പറഞ്ഞത് ഒരു ഗ്രാമീണന്റെ സൗകര്യമാണ്. വയല്, പാടം, പറമ്പ്, കൃഷി, തോട്ടം. ഫീ സിദ്രിൻ മഖ്ദൂദ് വത്വൽഹിൻ മംദൂദ് വളില്ലിൻ മംദൂദ്, നീണ്ടു കിടക്കുന്ന തണൽ, നടന്നാലും അവസാനിക്കാത്ത ഒരൊറ്റ മരക്കൊമ്പിന്റെ തണൽ എന്ന് പറഞ്ഞു. വളില്ലിൻ മംദൂദ്, അല്ലെങ്കിൽ നിഴലൊരു സെപ്പറേറ്റ് സൃഷ്ടി. സ്വർഗം, അതിന്റെ സൗന്ദര്യം, ആ സൗന്ദര്യം ഇങ്ങനെ വർണ്ണിക്കാമല്ലോ. ആ കൂട്ടത്തിൽ നല്ല കുത്തരയുള്ള സ്ഥലത്ത് നിന്ന് മുകൾ ഭാഗത്തു നിന്ന് ഒഴുകുന്ന വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടം വലിയൊരു സൗന്ദര്യമായിട്ട് ആ പരിചയപ്പെടുത്തല്. ഇവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ അത് വലിയൊരു സംഭവമാണെങ്കിൽ ദാ സ്വർഗത്തിൽ വെള്ളച്ചാട്ടമുണ്ട്. കുത്തിയൊഴുകുന്ന വെള്ളമുണ്ട്, പൈപ്പിംഗ് സംവിധാനമുണ്ട്. എല്ലായിടത്തും ഷവറിൽ നിന്ന് കുളിക്കണോ, ഷവറിൽ നിന്ന് കുളിക്കാം. ഏതാ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും. എവിടെ വെച്ചും നിങ്ങൾക്ക് കുളിക്കാം. പൈപ്പിൽ നിന്ന് ഉദു ചെയ്യണോ, കുളിക്കണോ, കുളിക്കാം. കുത്തിച്ചൊരിയുന്ന വെള്ളം. വഫാകിഹത്തിൻ കസീറ, ഇഷ്ടം പോലെ പഴങ്ങള്, തീരാത്ത പഴങ്ങള്. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ലാ മഖ്തൂഅ, ഏതെങ്കിലും ഒരു സീസണിൽ മുറിഞ്ഞു പോകുന്ന പഴങ്ങളല്ല. വലാ മംനൂഅ, ഉപഭോക്താവിന് എന്തെങ്കിലും കാരണവശാൽ തൊട്ടാ പൊള്ളുന്ന വിലയാണെന്നതുകൊണ്ടോ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ മാർക്കറ്റിന് നല്ല ഡിമാൻഡ് വരുന്നുണ്ട് എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സീസൺ ഇല്ലാത്ത പഴമെന്നോ, ഇങ്ങനെയുള്ള കാരണങ്ങളാലൊന്നും വലാ മംനൂഅ, ഉപഭോക്താവിന് തടയപ്പെടുന്ന പഴമല്ല. ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരൊറ്റ മുന്തിരിക്കൊലയിലേക്ക് ളുഹർ നിസ്കാരത്തിൽ കൈനീട്ടിയത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തിയത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുറുഷിൻ മർഫൂഅ. ഫുറുഷിൻ മർഫൂഅ, അവിടുന്ന് ഇങ്ങോട്ട് തൊട്ട് പിറ്റേന്നാ സംസാരിച്ചത്. ഇത്രയും ദിവസം, അന്ന് 5-ാമത്തെ ദിവസം നാം സംസാരിക്കുമ്പോൾ സംസാരിച്ച മധ്യമ വിഭാഗവും സലാമത്തും. മധ്യമ വിഭാഗം കഷ്ടിച്ച് രക്ഷപ്പെട്ടാൽ അവർക്ക് കിട്ടാൻ പോകുന്ന കാര്യം. മധ്യമ വിഭാഗവും സലാമത്തും എന്നാണ് നമ്മൾ അതിന് തലക്കെട്ട് കൊടുത്തത്. എന്നിട്ട് അതിൽപ്പെട്ട ഒരു ഭാഗത്തെ തന്നെ മറ്റൊരു വിഷയമായി നാം മുറിച്ചു. വഫുറുഷിൻ മർഫൂഅ, വഫുറുഷിൻ മർഫൂഅ, അത്യുന്നതമായ ബെഡുകൾ, നിലവാരമുള്ള ബെഡുകൾ. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, ആ സ്വർഗീയ തരുണിമണികളെ ഉണ്ടാക്കിയത് നമ്മളാണ്. ബെഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ എന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേക്ക് തന്നെ കാര്യം തിരിയുമെന്ന് പറഞ്ഞു. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, ആ സ്വർഗീയ തരുണിമണികളെ ഉണ്ടാക്കിയത് നമ്മളാണ്. ആര്? ദുനിയാവിലെ പെണ്ണുങ്ങളെയാണ് ആ പറഞ്ഞത്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ. ഹദീസ് ഉമ്മു സലമയുടെ ഹദീസൊക്കെ വായിച്ചു. റസൂലുള്ളാഹിനോടൊക്കെ സംശയം ചോദിച്ച് തീർത്തത് പറഞ്ഞു. ഫജഅൽനാഹുന്ന അബ്കാറ, ഇവിടെ 10 പെറ്റ പാത്തുമ്മത്താത്ത അവിടെ എത്തുമ്പം ഈ ഇഹലോക തരുണികൾ അവിടെ എത്തുമ്പം അവരൊക്കെ കന്യകകളാക്കി അല്ലാഹു. ഫജഅൽനാഹുന്ന അബ്കാറ ഉറുദൻ, ഭർത്താവിനെ സ്നേഹിച്ചു വീർപ്പുമുട്ടിക്കുന്ന ഭാര്യമാർ. അത്രാബൻ, എല്ലാം സെയിം ഏജുകാരാണ്, ഒരേ സമപ്രായക്കാർ. ലി അസ്ഹാബിൽ യമീൻ
മധ്യമ വിഭാഗത്തിന് കിട്ടുന്നതാണിത്. സൗഭാഗ്യവാന്മാർക്ക് വേണ്ടി അല്ലാഹു അവരെ കന്യകകളും സ്നേഹമുള്ളവരും സമപ്രായക്കാരുമാക്കി. സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ. മുൻഗാമികളിൽ ഒരു കൂട്ടമുണ്ട്, പിൻഗാമികളിൽ ഒരു കൂട്ടമുണ്ട്. ആര്? കഷ്ടിച്ച് സ്വർഗത്തിലെത്തുന്നവർ പിൽക്കാലത്തും ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ഈ ഒരു ആയത്താ നമുക്കൊക്കെ ഉള്ള സമാധാനം. കാരണം ഇന്നുണ്ട് സ്വർഗാവകാശികൾ ഇഷ്ടം പോലെ. കഷ്ടിച്ചു സ്വർഗത്തിലേക്ക് എത്തുന്നവർ അള്ളാഹു അതിലെങ്കിലും പെടുത്തി നമ്മളെ സലാമത്താക്കട്ടെ. അള്ളാഹു സലാമത്താക്കട്ടെ. ഈ വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ പലരെയും സ്വാധീനിച്ച ഒരു വിഷയം. പലതും പറഞ്ഞു എല്ലാം റാഹത്താണെങ്കിലും അത് കൂടുതൽ സ്വാധീനിച്ചതാണ് സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. സ്വർഗത്തിലെ ഇഹലോക തരുണികൾ വീട്ടിൽ നിർബന്ധമായിട്ടും കേൾപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരിമാർ കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ഒരു മണിക്കൂർ പോലും നല്ലോണം ടോപ്പിലാകും. കാരണം ഹൂറുലിങ്ങളെക്കാൾ പൊങ്ങാണല്ലോ, ശരിക്കും ടോപ്പ് കയറും. പിന്നെ കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലക്കുകയും ചെയ്യും. അത്രയും വലിയ വിഷയമാണ് സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. അത് കഴിഞ്ഞ് വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ. ആ ഹതഭാഗ്യർ, ഇടത് കൈയിൽ കിതാബ് കൊടുക്കുന്ന അവർ ഹതഭാഗ്യരാണ്. അവരുടെ നിർഭാഗ്യം കണ്ടവരാരുണ്ട്? വഅസ്ഹാബു ശിമാൽ മാ അസ്ഹാബു ശിമാൽ. ആ ഹതഭാഗ്യർ അവരെത്രത്തോളം ഹതഭാഗ്യരാണ്. ഫീ സമൂം. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തട്ടിയാൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ തലച്ചോറിൽ പോലും അറിയുന്ന രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന തീക്കാറ്റിലാണവർ. ഫീ സമൂം വഹമീം. ചുട്ടുപൊള്ളുന്ന വെള്ളത്തിലാണ്. ചുട്ടുപൊള്ളുന്ന വെള്ളം, വെട്ടിത്തിളക്കുന്ന വെള്ളം. തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ആ വെള്ളത്തിലാണ് അവർ നിൽക്കുന്നത്. വളില്ലിൻ മിൻ ഹമൂം. മാത്രമല്ല കരിമ്പുകയുടെ തണലില്. കരിമ്പുകയുടെ തണലിലാണ്. പുകച്ചുരുൾ ഉയരുമ്പോഴുള്ള തണൽ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. അല്ല, തണുത്ത വെള്ളമല്ല. വലാ കരീം, മാന്യമായ തണുത്ത തണലല്ല. തണുത്ത വെള്ളമല്ല, തണുത്ത കാറ്റല്ല, മാന്യമായതല്ല, ഒരിക്കലും സുഖകരമല്ല, സഹിക്കാൻ കഴിയാത്തതാണ്. ചൂടെടുക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്ന 3 കേസുകൾ, ആ 3 കേസും അപകടകരമാണ്. വെള്ളം, കാറ്റ്, തണല്. തണുത്തതെല്ലാവരും ആഗ്രഹിക്കും ചൂടുണ്ടാവുമ്പോൾ. പക്ഷെ അതും കിട്ടുന്നത് അതും ചൂട്. പിന്നെ അതിൻ്റെ കഥ പറയാനുണ്ടോ? ഇല്ല. എന്തേ ഇവരിങ്ങനെ ആകാൻ കാരണം? ഞാൻ ഇവരെ വെറുതെ കഷ്ടപ്പെടുത്തിയതാണോ? അള്ളാഹു പറയുന്നു, ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. തീർച്ചയായിട്ടും അവർ ഇതിനു മുമ്പ് ദുനിയാവിലെത്തുന്നതിന്റെ മുമ്പ്, ഇങ്ങോട്ട് മരിച്ചെത്തുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ നിന്ന് ഇവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. അവർ മഹാപാപത്തിന്റെ മേൽ സ്ഥിരമാകുന്നവരായിരുന്നു. എത്ര തന്നെ ചെയ്യല്ല 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 അനുജാ എന്ന് പറഞ്ഞാലും അനുജന് മാറാൻ സമയമായിട്ടില്ലായിരുന്നു, ജ്യേഷ്ഠൻ ഒഴിവാകാൻ സമയമായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്. വകാനൂ യഖൂലൂൻ. അവർ ചോദിക്കുമായിരുന്നു, ഹൈദാ മിത്നാ വകുന്നാ തുറാബൻ വൈലാമ. നമ്മളൊക്കെ മരിച്ച് എല്ലും മണ്ണുമൊക്കെ ആയിപ്പോയതിന്റെ ശേഷം ഹൈനാലമബുഴസൂൻ, രണ്ടാമതും നമ്മളെ പുനർജന്മം നൽകപ്പെടുമെന്നോ, പുനരുത്ഥാനം നൽകപ്പെടുമെന്നോ. അവാബാവുനല്ല പോലൂൻ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാകുന്നാണോ മുഹമ്മദ് പറയുന്നത്? ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂഊന ഇലാ മിഖാതി യൗമിൻ മഅലൂം. നബിയെ, നിങ്ങൾ പറയുക, തീർച്ചയായും ആദ്യത്തെ അവസാനം നിങ്ങളെ വല്യാപ്പാരൊന്നും സംശയിക്കണ്ട. ആദം നബി തൊട്ട് ഖിയാമം വരെ വരാനുള്ള എല്ലാ ആളുകളും ലമജ്മൂഊന ഇലാ മിഖാതി യൗമിൻ മഅലൂം. ഒരു ഫിക്സ്ഡ് ദിവസം, ഒരു നിശ്ചിത ദിവസം, ഒരു ഫിക്സ്ഡ് സമയം, അന്നത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടാകും. സുമ്മ ഇന്നകും അയ്യുഹദ്ദാല്ലൂനൽ മുകദ്ദിബൂൻ. പിന്നെ നിങ്ങൾ, ഓ റൗഡികളെ, പിന്നെ നിങ്ങൾ വഴിപിഴച്ചു നടന്നവരെ, ലാകിലൂന മിൻ ശജരിൻ മിൻ സഖൂം. ആ കള്ളിമുള്ളെന്ന മരം, സഖൂം വൃക്ഷം നിങ്ങൾ തിന്നേണ്ടി വരും. സഖൂം വൃക്ഷം നിങ്ങൾ തിന്നേണ്ടി വരും. ഫമാലിഊന മിൻഹൽ ബുതൂൻ. ആ സഖൂം വൃക്ഷം തിന്നേണ്ടി വരുമെന്നല്ല, നിങ്ങൾ തിന്നു വയറു വീർപ്പിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, അതൊക്കെ മലപ്പുറം ഭാഷയിൽ തന്നെ പറയണം. ഞാനും നിങ്ങൾ മലപ്പുറത്തുകാരായതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോഴേ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. തിന്നേണ്ടി വരുമെന്നല്ല, ഫമാലിഊന മിൻഹൽ ബുതൂൻ. പള്ള നിറച്ചു തിന്നേണ്ടി വരും, പള്ളറച്ചു തിന്നേണ്ടി വരും. ഫമാലിഊന മിൻഹൽ ബുതൂൻ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. ആ കള്ളിമുള്ളു തിന്നതിന്റെ പുറമെ, ഇതിന്റെയൊക്കെ ഗൗരവം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കള്ളിമുള്ളു തിന്നതിന്റെ പുറമെ നമ്മൾ ചുടുവെള്ളം കഴിക്കേണ്ടി വരും. ചുടുവെള്ളം, ഗ്ലാസ്സിലെ വെള്ളം ഇങ്ങനെയാണ് കോരിക്കൊണ്ട് വരുമ്പോഴേക്ക് മുഖത്തുനിന്ന് കഷ്ണം അങ്ങനെ വീഴും അതിലേക്ക്. ഇത്രയും ചൂടുള്ള തിളച്ച വെള്ളം, ആവിയുള്ള വെള്ളം.
ആ വെള്ളം കുടിക്കേണ്ടി വരും. അതും എങ്ങനെ? ഫശാരിബൂന ശുർബൽ ഹീം, ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കേണ്ടി വരും, പോത്ത് കുടിക്കും പോലെ കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ വലിച്ചു കുടിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, ഓവർ ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടിയാൽ, ഒരു ഗ്ലാസ് ചായ കയ്യിൽ കിട്ടിയാൽ അത് ഒപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തേ കുടിക്കാൻ കഴിയൂ. ആ അഡ്ജസ്റ്റ്മെന്റ് സ്വർഗത്തിൽ നരകത്തിൽ അനുവദിക്കില്ല. ഫശാരിബൂന ശുർബൽ ഹീം ഹാദാ നുസ്ലുഹും യൗമദ്ദീൻ, ഇത് ഇവർക്ക് പ്രതിഫല നാളിലുള്ള പ്രഥമ സൽക്കാരമാണ്. നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ, നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നമ്മളാ നിങ്ങളെ സൃഷ്ടിച്ചത്. ഇതൊക്കെ പറയുമ്പോ, ഈ സ്വർഗം നരകമൊക്കെ പറയുമ്പോ ഇതൊക്കെ ആരുടെ വാക്കുകളാണെന്ന് സംശയം തോന്നണ്ട. സ്രഷ്ടാവിന്റെ വാക്കാണ്. സൃഷ്ടിച്ചവൻ പറഞ്ഞതാ സൃഷ്ടികൾ കേൾക്കേണ്ടത്. നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ, നമ്മളാ നിങ്ങളെ സൃഷ്ടിച്ചത്, എന്തേ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അഫറഅയ്തും മാ തുംനൂൻ, വിശ്വസിക്കുന്നില്ലെങ്കിൽ നിഷേധസ്വരമുള്ളവനോട് അല്ലാഹ് ചോദിക്കുന്ന, നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അഫറഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, ആ ബീജത്തെ കുഞ്ഞായിട്ട്, മനുഷ്യ കുഞ്ഞായിട്ട് സൃഷ്ടികർമ്മം നൽകിയത് നിങ്ങളാണോ അതോ നമ്മളാണോ? അത് സൃഷ്ടിച്ചത് നിങ്ങളാണോ നമ്മളാണോ? പറയണം. അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, മാത്രമല്ല നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയത് നമ്മളാണ്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മളെ മറികടക്കാൻ കഴിയില്ല, നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ ജീവിപ്പിച്ചു എന്നല്ല മരണം കണക്കാക്കിയോ, ഞാൻ കണക്കാക്കി എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ, എങ്ങനെയാ, എങ്ങനെ, എന്നാണ് എന്നൊക്കെ അള്ളാഹു കണക്കാക്കിയതാണ്. എന്നിട്ട് പറഞ്ഞു ഒമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മൾ തോറ്റു തരൂല അലാ അന്നുബത്തിലാം സാലക്കും, നിങ്ങളെ പോലത്തെ ഒരു വിഭാഗത്തെ പകരാക്കണം. നിങ്ങളെ നശിപ്പിച്ച് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പോലത്തെ ആളുകളെ കൊണ്ടുവരാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടില് വനുൻശിയക്കും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾ പോലും അറിയാത്ത ഒരു ലോകത്ത് നിങ്ങളത് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വേണമെങ്കിൽ പട്ടിയാക്കാം, നിങ്ങളെ വേണമെങ്കിൽ ഒരു സിംഹമാക്കാൻ കഴിയും, നിങ്ങളെ വേണമെങ്കിൽ ഒരു നരിയാക്കാൻ കഴിയും, നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് എന്താക്കാനും കഴിയും, ഒരു കല്ലാക്കാം. നിങ്ങൾ പോലും അറിയാത്ത ലോകത്ത് എന്ന് പറഞ്ഞാൽ അചേതന വസ്തുക്കളായി കെടുത്തും. സൂറത്ത് യാസീനിലെ താക്കി വാണിങ്ങും ഈ വാണിങ്ങും ഒന്നാണ്. ലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം ഫസ്തബഖു സിറാത ഫഅന്നാ യുബ്സിറൂൻ വലൗ നശാഉ ലമസഖനാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുദിയ്യൻ വലാ യർജൂൻ. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അല്ലാഹു അപ്പൊ ഒന്നാമത്തെ എഴുന്നേൽപ്പ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക്, നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ഞാനാണ് ബോധ്യപ്പെട്ട സ്ഥിതിക്ക്, ഫലൗലാ തദക്കറൂൻ, പിന്നെ നിങ്ങൾ എന്താ ഉൾക്കൊള്ളാത്തത്? അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷിയിടങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ഇറക്കുന്ന കൃഷി, പാടം ഇളക്കി മറിച്ച് വിത്തിറക്കി വളം ചേർത്ത് വെള്ളം ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കിയ കൃഷി, അതൊക്കെ നിങ്ങളാ ചെയ്തത്. പക്ഷേ ചോദ്യം, അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ഹർഫ് സറഅ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. സറഅ് അത് മുളപ്പിച്ചതാരാണ്, അത് വലുതാക്കിയതാരാണ്, അതിൽ കതിര് വരുത്തിയതാരാ? ഇതൊക്കെ ഞാനാണ്. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, അത് നിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറ. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ഇനി നമ്മൾ മുളപ്പിച്ച് വലുതാക്കി എന്നൊക്കെ വെക്കുക. ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ, നമ്മൾ ഉദ്ദേശിച്ചാൽ ആ കൃഷിയെ ഉണക്കി കരിച്ച് കളയാൻ നമുക്ക് കഴിയൂലേ? അങ്ങനെ കരിച്ച് കളഞ്ഞാൽ ഫളൽതും തഫക്കഹൂൻ, നിങ്ങൾ നഷ്ടക്കഥ പറയാൻ തുടങ്ങും. ഇന്നാ ലമുഗ്റബൂൻ, തീർച്ചയായിട്ടും നമ്മൾ കടബാധിതരാണ്. വയലിൽ എറിഞ്ഞ സംഖ്യ നഷ്ടപ്പെട്ടു. ബൽ നഹ്നു മഹ്റൂമൂൻ, എന്നല്ല നമുക്ക് മുടക്ക് മുതൽ തന്നെ നഷ്ടപ്പെട്ടു. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിറൂൻ, അത് മേഘപ്പാളികളിൽ നിന്ന് ഇറക്കി തന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ? അല്ലാഹു ചോദിക്കുകയാണ്. ലൗ നശാഉ ജഅൽനാഹു ജാജാ, നമ്മൾ ഉദ്ദേശിച്ചാൽ അതിനെ ഇറക്കി തന്നാലും പോരാ, അതിനെ ശുദ്ധീകരണ പ്രക്രിയ നടത്തിയതാരാണ്? അതിന്റെ അതും ഞാനാ. ഞാൻ ഉദ്ദേശിച്ചാൽ ലൗ നശാഉ ജഅൽനാഹു ജാജാ, ഞാൻ ഉദ്ദേശിച്ചാൽ ആ വെള്ളം എനിക്ക് ഉപ്പുരസമുള്ളതാക്കാമായിരുന്നു. പിന്നെ എങ്ങനെയാ നിങ്ങൾ കുടിക്കുക? ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞാൻ നിങ്ങൾക്ക് വെള്ളം തന്നു, എന്നിട്ട് ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ എന്തുകൊണ്ട് ശുക്ർ ചെയ്യുന്നില്ല? ഇനി അല്ലാഹു ഒറ്റ കാര്യവും കൂടെ, ഒരു നിയമത്തും കൂടെ പരിചയപ്പെടുത്തുന്നു. അത് നിയമത്ത് മാത്രമല്ല, പാടുവാൻ. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയ്, ആ തീയ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തീ കത്തിക്കുന്നത് നിങ്ങൾ തന്നെയാ. പക്ഷേ നഹ്നു ജഅൽനാ അൻതും അൻശഅതും ശജറതഹാ,
ആ തീ ഉൽപ്പാദിപ്പിക്കാനുള്ള മരം അതുണ്ടാക്കിയത് നിങ്ങളാണോ? നഹ്നുൽ മുൻശിഊൻ, അതോ നമ്മളാണോ? നഹ്നു ജഅൽനാഹാ തദ്കിറ, ആ തീയിനെ നാം നിങ്ങൾക്ക് പാഠമാക്കി തരുന്നിരിക്കുന്നു. തീ എന്തിനെ നിങ്ങളുടെ ഒരു അവശ്യ വസ്തുവായി വെച്ചത്? അത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം, വെള്ളം ചൂടാക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും ഒക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കായിരുന്നു, മൃഗങ്ങൾ കഴിക്കും പോലെ. എന്തേ ചൂടാക്കിയത് തന്നെ കഴിക്കണം എന്ന് വെച്ചു? ഇടക്കിടക്ക് നിങ്ങൾക്കൊന്ന് പൊള്ളണം, ഇടക്കിടക്ക് നിങ്ങൾക്ക് തീയിന്റെ ചൂടൊന്നറിയണം. തീ നിങ്ങളുടെ അവശ്യ വസ്തുവാക്കിയത് നിങ്ങൾക്ക് പാഠത്തിനാണ്, നരകം ഇടക്കിടക്ക് ഓർക്കാനാണ്, തീയിന്റെ കടുപ്പം തിരിയാനാണ്. നഹ്നു ജഅൽനാഹാ തദ്കിറ, അത് അനുഗ്രഹം മാത്രമല്ല, അതിനെ നാം ആദ്യം പാഠമാണാക്കിയത്. വമതഅൻ ലിൽ മുഖ്വീൻ, യാത്രക്കാർക്ക് അനുഗ്രഹവുമാണ്, പ്രത്യേകിച്ച് കാട്ടു ഏരിയകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അനുഗ്രഹവും കൂടെയാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, നിന്റെ മഹാനായ രക്ഷിതാവിനെ നീ പ്രകീർത്തിക്കുക, അതിന് തയ്യാറാവണം മനുഷ്യ. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, ഇതുവരെയുള്ള ഭാഗം ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, ഇതാണ് നാം അവതരിപ്പിച്ച റബ്ബിനോട് നന്ദി കെട്ട ജനത എന്ന് പറഞ്ഞ ഭാഗം അതായിരുന്നു. പിന്നീട് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ അസ്തമാന സ്ഥാനങ്ങൾ സാക്ഷിയാൻ, അല്ലെങ്കിൽ മഹാന്മാർ അന്തിയുറങ്ങുന്ന മക്ബറകൾ സാക്ഷിയാൻ. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം, നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇതൊക്കെ ഒരു വലിയ സത്യവാചകം തന്നെയാണ്. ഇന്നഹു ലഖുർആനുൻ കരീം, നിങ്ങളോട് ഈ സംസാരിക്കുന്നത് മാന്യമായ നേരെ ചൊവ്വയുള്ള വൃത്തിയുള്ള ഉളുപ്പുള്ളത് മാത്രം പറയുന്ന പാരായണ ഗ്രന്ഥമാണ്. ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ, അതൊരു രഹസ്യ കിതാബിലായിരുന്നു ഉണ്ടായിരുന്നത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ, ലൗഹുൽ മഹ്ഫൂദിൽ ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ, അതിനെ ശുദ്ധിയുള്ളവരല്ലാതെ തൊടില്ല, അല്ലെങ്കിൽ ശുദ്ധിയുള്ളവരല്ലാതെ തുടരുത്. തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്നുള്ള അവതരണമാണ് ഈ ഗ്രന്ഥം. എന്നിട്ട് അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, ഇത്രയും സമഗ്രമായ ഈ വാർത്തയാണോ, ഖുർആനിന്റെ വാർത്തയാണോ, ഈ വാർത്ത കൊണ്ടാണോ മുദ്ഹിനൂൻ, നിങ്ങൾ അവഗണിക്കുന്നത് ഇതിനെയാണോ, നിങ്ങൾ അലംഭാവം കാണിക്കുന്നത് ഇതുകൊണ്ടാണോ? വതജഅലൂന റിസ്ഖകും അന്നകും തുകദിബൂൻ, നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗമാക്കി മാറ്റുകയാണല്ലോ സത്യത്തെ മറച്ചുവെക്കൽ. വതജഅലൂന റിസ്ഖകും അന്നകും തുകദിബൂൻ, സത്യത്തെ മറച്ചുവെക്കൽ ഉപജീവന മാർഗമാക്കുന്നവർ. അതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതാണ് നമ്മൾ സംസാരിച്ച വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അലംഭാവം എന്ന വിഷയം. അതാണ്. അത് കഴിഞ്ഞു ഇന്ന് നാം സംസാരിച്ചു മരണം ഒരു അപ്രതിരോധ്യ യാഥാർത്ഥ്യമാണ്. ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം, അല്ല ഈ പറഞ്ഞതൊന്നും നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ റൂഹ് തൊണ്ടൻ കുയിലെത്തിയപ്പോൾ വഅൻതും ഹീനൈദിൻ തൻദുറൂൻ, നിങ്ങൾ ആ മനുഷ്യന്റെ മുഴുവൻ അവസ്ഥകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ ആ മരണാസന്നനായ വ്യക്തിയോട് തൊട്ടടുത്ത് നമ്മളുണ്ട്. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷേ ഞാനുണ്ടെന്ന കഥ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ കാണുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ലെങ്കിൽ, നിങ്ങൾ സർവ്വവിധ സ്വതന്ത്രരാണെങ്കിൽ എന്തുകൊണ്ട് തർജിഊനഹാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉറ്റവരുടെ ഉടയവരുടെ ആത്മാവിനെ പോലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇനി മരിച്ചുപോയ ആളെപ്പറ്റി പറയട്ടെ, അയാൾ മുഖറബീങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടയാളാണെങ്കിൽ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അയാൾ മുഖറബീങ്ങളിൽപ്പെട്ടയാളാണെങ്കിൽ ഫറൂഹും വറൈഹാനും വജന്നത്തു നഈം വജന്നത്തു നഈം, അയാൾക്കാണ് സന്തോഷം, അയാൾക്കാണ് റാഹത്ത്, അയാൾക്കാണ് സുഖലോക സ്വർഗം, അയാൾക്കാണ് സുഖലോക സ്വർഗ പരിമളം. ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം, സ്വർഗീയ ഫുഡ് എന്നും റൈഹാനിന് അർത്ഥമുണ്ട്, ഭക്ഷണം. വമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ ലബീൻ, ഇനി അവൻ അസ്ഹാബുൽ ലബീനിൽ പെട്ടവനാണെങ്കിൽ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ ലബീൻ, നിനക്കാണ് രക്ഷ അസ്ഹാബുൽ ലബീനിൽ പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ അസ്ഹാബുൽ ലബീനിൽ നിന്ന് നിനക്കാണ് സലാം വരുന്നത് മോനെ. വമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അദ്ദാലീൻ, പരലോകത്തെ നിഷേധിച്ചവനും വഴിപിഴച്ചവനുമായിരുന്നു നീയെങ്കിൽ ഫനുസുലും മിൻ ഹമീം, നിനക്ക് ആ ചീഞ്ചലത്തിന്റെ സൽക്കാരമാണ്. വതസ്രിയത്തു ജഹീം, പിന്നെ നരകത്തിൽ കടത്തലാണ്. ഇന്നഹാദാ ലഹു വഹഖുൽ യഖീൻ, തീർച്ചയായിട്ടും ഇത് നിനക്ക് ഉറപ്പാകുന്ന ചിത്രത്തിന്റെ അവസാന രൂപമാണ്, ഇത് നിനക്ക് ഉറപ്പാകുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ചിത്രമാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, അതുകൊണ്ട് അദീമായ ബഹുമാന്യനായ നിന്റെ റബ്ബിനെ നീ പ്രകീർത്തിച്ചേ പറ്റൂ. സദഖല്ലാഹു മൗലാനൽ അദീം വസദഖ വബല്ലഗ റസൂലുഹു നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.